ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫർണിച്ചർ സ്റ്റൈൽസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് ഏതൊക്കെയായിരുന്നു? മെസൊപ്പൊട്ടാമിയൻ ഫർണിച്ചർ സ്റ്റൈലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി എടുത്തൊരു ടോപ്പിക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ അങ്ങനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഫർണിച്ചർ സ്റ്റൈൽ അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡെപ്പിക്ഷനിൽ അവരുടെ ആർട്ട് വർക്കിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, മെസൊപ്പൊട്ടാമിയൻ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒക്കെ ഫർണിച്ചേഴ്സ് ആയിരുന്നു ബേസിക്കലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു നമുക്ക് മനസ്സിലായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയണതൊക്കെ മെയിനായിട്ട് ഏൻഷ്യൻ്റ് ആർക്കിടെക്ചർ സ്റ്റൈൽസിലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഗ്രീക്ക്, റോമൻ, ഓക്കെ, അങ്ങനത്തെ പലതരത്തിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈൽസ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഈജിപ്ഷ്യൻ സ്റ്റൈല്, ഓക്കെ, മെസൊപ്പൊട്ടാമിയൻ സ്റ്റൈല്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മളുടെ ഏത് സ്റ്റൈലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈസാൻഡിയം സ്റ്റൈലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ബൈസാൻഡിയം സ്റ്റൈല്. അതുകൂടാതെ ഇനിയൊരു പാറ്റേൺ ആയിട്ട് പോവുകയാണ്, മോഡേൺ ആർക്കിടെക്ചറൽ സ്റ്റൈലിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഈ ബൈസാൻഡിയം സ്റ്റൈൽ കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫർണിച്ചർ സ്റ്റൈലിൻ്റെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കുറേയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇതാണോ ഇതിൻ്റെ അവസാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഫർണിച്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റൈലുകളുണ്ട്. ഇപ്പോൾ ഏൻഷ്യൻ്റ് ആയാലും മോഡേൺ ആയാലും ഫർണിച്ചർ സ്റ്റൈൽസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എത്ര കണക്കെടുത്താലും തീരാവുന്നതല്ല ഫർണിച്ചർ സ്റ്റൈല്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റൈലുകൾ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം പറയുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മൊഡ്യൂള് നല്ല രീതിയിൽ വൃത്തിയിൽ വരച്ച് നോട്ട്സൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഡേറ്റ് ഞാൻ പറയാം. ഓക്കെ, ഇന്ന് ഞാൻ വേറൊരു വർക്കും കൂടി തരാം. ഓക്കെ, ഇന്നും നാളത്തെ ആയിട്ടുള്ള വർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഇന്നും നാളെയും ഇരുന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫർണിച്ചർ സ്റ്റൈലിലേക്ക് പോവുക. ബൈസാൻഡിയം ഫർണിച്ചർ സ്റ്റൈൽ. ഓക്കെ, ബൈസാൻഡിയം എന്ന് പറയുമ്പോൾ ബൈസൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈസ്റ്റേൺ റോമൻ എംപയറാണ്. ഓക്കെ, അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് മുഴുവനായിട്ട്, ഇവരുടെ ഫർണിച്ചർ സ്റ്റൈലിൻ്റെ ഇൻഫ്ലുവൻസ് മുഴുവനായിട്ട് റോമനും ഗ്രീക്ക് സ്റ്റൈലിൽ നിന്നാണ് ഇവരുടെ ഇൻഫ്ലുവൻസുകളൊക്കെ മുഴുവനായിട്ട് അവരെടുത്തിരുന്നത്. ഓക്കെ, അവരുടെ ഫർണിച്ചർ സ്റ്റൈൽ മുഴുവനായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് ഏതൊക്കെ സ്റ്റൈലിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ റോമനും ഗ്രീക്ക് സ്റ്റൈലും. ഓക്കെ, റോമൻ എന്ന് പറയാൻ കാരണം റോമൻ എംപയർ തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു ഗ്രീക്ക് സ്റ്റൈലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഫിഗേഴ്സ് ബൈസൻറ്റൈനിൽ കൂടുതലായിട്ട് വരുന്നില്ല. എന്നാലും ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കുക, ഇതിൻ്റെ അടിയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൽ നമ്മൾ ബേസിക്കായിട്ട് പറയണ ഒരു പാറ്റേൺ ഉണ്ട്. റോമൻ ആയാലും ഗ്രീക്ക് ആയാലും ബാക്കിയുള്ള ഏത് ഫർണിച്ചർ സ്റ്റൈൽസ് ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ചെയറുകളായിരിക്കും. ഓക്കെ, ചെയർ എന്ന് പറഞ്ഞാൽ എന്താ? ചെയർസ് ആൻഡ് ത്രോൺ. ത്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് ഇരിക്കണ ആ ഇരിപ്പിടത്തിനെയാണ് നമ്മൾ ത്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർസ് ആൻഡ് ത്രോൺസ് ഇൻ മെറ്റൽ ആൻഡ് വുഡ് സീം ടു ബി മോസ്റ്റ് കോമൺ പീസ്. ഓക്കെ, ചെയറും ത്രോണൊക്കെ ഏകദേശം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു ബൈസൻറ്റൈൻ സ്റ്റൈലിലും നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യണത്. ചെയർസ് ആർ സിമ്പിൾ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ്. മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കല്ല് പടുക്കുമ്പോൾ എങ്ങനെയാണ് പടുക്കൽ? ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ടാണ് പടുക്കുക. പക്ഷേ നമ്മളുടെ ഫർണിച്ചർ കട്ടിലൊക്കെ പണിയുമ്പോൾ നമ്മൾ എങ്ങനെ പണിയാറ്? അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടി പിടിപ്പിക്കുകയാണോ ചെയ്യുക? അല്ല, അതൊരു കണക്ഷൻ ഉണ്ടാവും, ഒരു കോല് പോലെ ഉണ്ടാവും. അപ്പോൾ വേറൊരു മരത്തിൻ്റെ ഉള്ളിൽ ഒരു ഹോളിടും. അപ്പോൾ കോല് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും, എന്നിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവും. ഓക്കെ, ഇത് മുകളിലത്തെ കഷ്ണവും മറ്റേ
വെർട്ടിക്കലായിട്ടുള്ള പീസും ഹോറിസോണ്ടലായിട്ടുള്ള പീസും തമ്മിൽ ഒരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ മുകളിൽ കൊടുത്ത ഹോറിസോണ്ടൽ പീസിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കും. എന്നിട്ട് ഈ വേർട്ടിക്കലായിട്ടുള്ള മരത്തിൻ്റെ കഷ്ണം എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലത്തെ പോർഷനിൽ ഒരു കൂർത്ത പോർഷൻ വെച്ചിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക ചെയ്യുക. ഓക്കെ, ആ ഒരു ജോയിൻറ്റിനെ പറയുന്ന പേരാണ് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ്. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ചെയറുകളൊക്കെ ബേസിക്കലി ബൈസൻറ്റൈൻ ഫർണിച്ചർ സ്റ്റൈലിൽ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയേണ്ട കാര്യം എക്സ് ഷേപ്ഡ് ആയിരുന്നു അതിൻ്റെ ബേസിക്കലി ഷേപ്പ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എക്സ് ഷേപ്ഡ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഡിഫ്രോസോക്ലാഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ് ഷേപ്ഡ് ആയിരിക്കും, ഫോൾഡബിൾ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയറുകൾ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കാറ്. പിന്നെന്താണ്, ത്രോൺസ് ആർ ആർക്കിടെക്ചറൽ ഇൻ ഫോം ആൻഡ് ഇൻഡിക്കേറ്റ് മാസീവ് കൺസ്ട്രക്ഷൻ ഓഫ് ഹെവി ടിമ്പർ കവേർഡ് വിത്ത് ഓർണമെൻ്റൽ പെയിൻറ്റിങ്സ് ആൻഡ് കുഷൻഡ് സീറ്റ്. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കവർ ചെയ്തിട്ടുണ്ട് ഓർണമെൻ്റൽ പെയിൻറ്റിങ് വെച്ചിട്ടും അതേപോലെ കുഷൻ സീറ്റും വെച്ചിട്ട് അതിൽ നമ്മൾ കവറിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ത്രോൺസിൽ. ഓക്കെ, മാസീവ് കൺസ്ട്രക്ഷനാണ്, ഹെവി ടിമ്പർ വെച്ചിട്ടാണ്, ഓർണമെൻ്റൽ പെയിൻറ്റിങ്സും ഉണ്ട്. പിന്നെ അതേപോലെ സീറ്റ് നല്ല കുഷൻ സീറ്റായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോണത് ചെയർ കഴിഞ്ഞു, ഇനി ടേബിളാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ 4 legs ആണ്, എക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ്, റൗണ്ട്, സ്ക്വയർ, റെക്റ്റാങ്കുലർ 3 തരത്തിൽ നമ്മൾ അവൈലബിൾ ആണ്, റൗണ്ട്, സ്ക്വയർ, റെക്റ്റാങ്കുലർ. പിന്നെ പറയേണ്ട കാര്യം സ്മോൾ ടേബിൾസ് ആൻഡ് ഡ്രോയേഴ്സ്. ഓക്കെ, ഡ്രോയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ടേബിളുകളൊക്കെ ആണെങ്കിൽ അതിൽ ഡ്രോയർ എന്തെങ്കിലും സ്റ്റോറേജ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്മോൾ ടേബിൾസ് ആൻഡ് ഡ്രോയേഴ്സ് ഫെസിലിറ്റി. ഓക്കെ, ഇനി ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുമ്പോൾ ലാർജ് സർക്കുലർ അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലായിരുന്നു അവിടുത്തെ ഡൈനിങ് ടേബിളുകൾ നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ഷേപ്പ്? സർക്കുലറും അതുകൂടാതെ തന്നെ സെമി സർക്കുലർ ഷേപ്പ്. ഇനി ഡെസ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ടേബിളിൻ്റെ ഫോമിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ടോപ്പ് ആയിരിക്കും ഫോർ റൈറ്റിംഗ് പർപ്പസ്. ഓക്കെ, ഫ്ലാറ്റ് ടോപ്പ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഫ്ലാറ്റ് ടോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെസ്റ്റും ബോക്സിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ ചെസ്റ്റ് വെർ യൂസ്ഡ് ബൈ ലോക്കൽ പീപ്പിൾസ് വിത്ത് ലോക്ക് ആൻഡ് കീ. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ബേസിക്കലി ലോക്ക് ആൻഡ് കീ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, ചെസ്റ്റ് വെർ യൂസ്ഡ് ബൈ ലോക്കൽ പീപ്പിൾസ് വിത്ത് ലോക്സ് ആൻഡ് കീസ് ഓഫൺ ഡെക്കറേറ്റഡ് വിത്ത് ഗോൾഡ്, സിൽവർ ആൻഡ് ഐവറി. ഓക്കെ, പിന്നെ കബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദേ ആർ ഡെക്കറേറ്റഡ് വിത്ത് പെയിൻറ്റിങ്സ്. നമ്മൾ കബോർഡ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ബേസിക്കലി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബെഡ് വെർ മാഗ്നിഫിഷ്യൻ സ്ട്രക്ചേഴ്സ് സറൗണ്ടഡ് ബൈ കാനോപ്പി ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ കേർട്ടൻസ്. കാനോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ബെഡുകളൊക്കെ നമുക്കറിയാം, ഒരു കാലൊക്കെ ഉണ്ടാവും, മുകളിലേക്ക് ഒരു പോർഷനായിട്ടുണ്ടാവും, ഒരു എന്താ പറയുക, ഒരു കവറിങ് പോലെ കൊടുത്തിട്ടുണ്ടാവും. മുകളിലെല്ലൊക്കെ എന്താ പറയുക, ഒരു ഫർണിച്ചർ, ഒരു മരത്തിൻ്റെ ഇങ്ങനെ കഷ്ണം കൊടുത്തിട്ട് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുള്ള ബെഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, കിടക്കണ പോർഷൻ മാത്രമല്ല അതിൻ്റെ മുകളിലേക്കും 4 കാല് കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. പിന്നെന്താണ്, ചുറ്റും കർട്ടനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ബെഡുകളായിരുന്നു നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം എന്തൊക്കെയാണ് ബൈസാൻഡിയം ഫർണിച്ചർ സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ബൈസൻറ്റൈൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈസൻറ്റൈൻ ഫർണിച്ചർ സ്റ്റൈൽ ഇത് ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ഫ്രം റോമൻ ആൻഡ് ഗ്രീക്ക് സ്റ്റൈൽ. ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതേണ്ട കാര്യം റോമനും ഗ്രീക്ക് സ്റ്റൈലിൽ നിന്നാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ബൈസാൻഡിയം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസാൻഡിയൻ ഓർ ഈസ്റ്റേൺ റോമൻ എംപയർ ഷിഫ്റ്റഡ് ഇറ്റ്സ് ക്യാപിറ്റൽ ഫ്രം റോം ടു കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, ഇനി പറയേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫർണിച്ചർ സ്റ്റൈൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ചെയറാണ് ആദ്യം നമ്മൾ പറയാൻ പോണത്. ചെയർ ആൻഡ് ത്രോൺ മെറ്റലും വുഡ് കൊണ്ടായിരുന്നു നമ്മൾ ബേസിക്കലി കോമൺ ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെന്താണ്, മോർട്ടൈസ് ടെനൻ ജോയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എക്സ് ഷേപ്ഡ് ആയിരുന്നു കൂടുതലും നമ്മൾ ചെയറുകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെന്താണ് ത്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസീവ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഹെവി ടിമ്പർ വെച്ചിട്ടായിരുന്നു നമ്മൾ ബേസിക്കലി ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഓർണമെൻ്റൽ പെയിൻറ്റിങ്സ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ നല്ല സീറ്റ്, കുഷൻ്റെ ആയിട്ടുള്ള സീറ്റായിരുന്നു അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ടേബിളൊക്കെ 4 ലെഗ്ഡ് ആയിരുന്നു. എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ആയിരുന്നു. റൗണ്ട്, സ്ക്വയർ, റെക്റ്റാങ്കുലർ ഈ 3 ഷേപ്പിലായിരുന്നു ബേസിക്കലി നമ്മൾ ടേബിളുകൾ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അതന്നെ ചെറിയ ചെറിയ ടേബിളാണെങ്കിൽ അതിൽ ഡ്രോയർ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡൈനിങ് ടേബിൾ ആണെങ്കിൽ സർക്കുലറും സെമി സർക്കുലർ ഷേപ്പിലായിരുന്നു. കുറച്ചും കൂടി വലിയ സ്ട്രക്ചറിലായിട്ടാണ് ഡൈനിങ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡെസ്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ടേബിൾ വിത്ത് എ ഫ്ലാറ്റ് ടോപ്പ് ഫോർ റൈറ്റിംഗ് പർപ്പസ്. റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ടോപ്പായിരുന്നു നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്തിരുന്നത്. ചെസ്റ്റ് ആൻഡ് ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലോക്ക് ആൻഡ് കീ പ്രൊവൈഡ് ചെയ്തിട്ട് ലോക്കൽ പീപ്പിളായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾഡ്, സിൽവർ, ഐവറി ഉപയോഗിച്ചിട്ടായിരുന്നു ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കബോർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് ബേസിക്കലി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പെയിൻറ്റിങ്സ് വെച്ചിട്ടായിരുന്നു അത് ബേസിക്കലി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കവറിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെയിൻറ്റിങ്സ് വെച്ചിട്ടായിരുന്നു. ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നിഫിഷ്യൻ സ്ട്രക്ചർ ആയിരുന്നു. അതിന് സറൗണ്ട് ചെയ്തിട്ട് കനോപ്പി ഉണ്ടായിരുന്നു. കനോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കുറച്ച് മുകളിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ആ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, കർട്ടൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മളുടെ ബെഡിൻ്റെ ചുറ്റുമായിട്ട് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഏതൊരു രീതി എന്ന് പറയുന്നത് ബൈസൻറ്റൈൻ ഫർണിച്ചർ സ്റ്റൈലിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോണത് മോഡേൺ ആർക്കിടെക്ചറൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഫർണിച്ചർ സ്റ്റൈൽ. ഈ മോഡേൺ ഫർണിച്ചർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റായിട്ട് ചിന്തിക്കേണ്ടത് ഈ മോഡേൺ എന്ന് പറയുമ്പോൾ ഇത് എവിടുത്തെ ഒരു രീതി ആയിരുന്നു. നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യണത് അമേരിക്കൻ ആൻഡ് ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റൈലിലായിരുന്നു കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് സ്റ്റൈൽ അവിടെയായിരുന്നു കൂടുതലും കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ എന്ന രീതിയിൽ കുറച്ചും കൂടി അവർ വ്യത്യാസങ്ങൾ വരുത്തി തുടങ്ങിയത്. ഫർണിച്ചർ സ്റ്റൈൽസിന് തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ആൻഡ് ഇംഗ്ലണ്ട്. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ മോഡേൺ ഫർണിച്ചർ സ്റ്റൈലിൽ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റൈലാണ് ആർട്ട് നൂവിയൻ സ്റ്റൈൽ. ഓക്കെ, ആർട്ട് നൂവിയൻ സ്റ്റൈൽ. എന്താണ് ഈ ആർട്ട് നൂവിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർട്ട് നൂവിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നത് അമേരിക്കയിൽ, US-ലും അതുകൂടാതെ തന്നെ യൂറോപ്പിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്, ഇതിന് പോപ്പുലാരിറ്റി കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1890 മുതൽക്ക് 1910 വരെയായിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് എന്തിനൊക്കെയായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേർവ്ഡ് ലൈൻസിനും ഓർഗാനിക് ഷേപ്സിനുമാണ് കൂടുതലായിട്ട് ഇതിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, കേർവ് ലൈൻസും അതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഷേപ്സ്. ഓക്കെ, ഈ ഐഡിയ ഇതിൽ മെർജ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഐഡിയ അതിൽ മെർജ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ കൺസെപ്റ്റിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ, ഡിസൈൻ, അതേപോലെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഇതെവിടെയായിരുന്നു പോപ്പുലർ, അമേരിക്കയും യൂറോപ്പിലും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിസൈൻ സ്റ്റൈലായിരുന്നു. 1890 മുതൽക്ക് 1910 വരെയാണ് ഇത് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഇതിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്തിരുന്നത് കേർവ്ഡ് ലൈൻസും ഓർഗാനിക് ഷേപ്സും ആയിരുന്നു. ഈ ഐഡിയ നമ്മൾ മെർജ് ചെയ്തിട്ടുള്ളത് നേച്ചർ, ഡിസൈൻ, അതേപോലെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ്. ഓക്കെ, ഇനി പറയേണ്ടത് എന്താണ്, ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റൈൽ. ഓവറോൾ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരുന്നു ഈ ഒരു സ്റ്റൈലിന്, ആർട്ട് നൂവിയൻ സ്റ്റൈലിന് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരു എലോങ്കേറ്റഡ് ആൻഡ് ഫ്ലോയിങ് സ്റ്റൈലായിരുന്നു ഇതിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടിരുന്നത്. പിന്നെന്താണ്, നല്ല രീതിയിൽ കാർവിങ് വർക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാർവിങ് എന്ന് പറയുന്നത് കൊത്തുപണികൾ, കാർവിങ്സ് ആൻഡ് ഇൻലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആർട്ട് നൂവിയൻ സ്റ്റൈലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ആർട്ട് ഫോർ ന്യൂ ഏജ്. അതായിരുന്നു ആർട്ട് നൂവിയൻ സ്റ്റൈലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
ഇനി നമ്മൾ അതിൻ്റെ ഒരു ഫർണിച്ചറിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ആർട്ട് നോവിയൻ സ്റ്റൈലിലുള്ള ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഫിഗറാണ് ഇത്. നിങ്ങൾ നല്ല വൃത്തിക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ അസൈൻമെൻറ്റിൽ പെടും. ഓക്കെ, ഈ ആർട്ട് നോവിയൻ സ്റ്റൈല് ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഫർണിച്ചേഴ്സൊക്കെ വരച്ച് കാണിക്കുക. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു അസൈൻമെൻറ്റ്, സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ട് പറയണത്. ഓക്കെ, ഫിഗേഴ്സൊക്കെ വരയ്ക്കുക. ഓക്കെ, ആർട്ട് നോവിയൻ സ്റ്റൈലിൻ്റെ ഫിഗർ നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റൈലിലേക്ക് കടക്കുകയാണ്. ഒരു 4-5 പോയിന്റ് പഠിക്കുക. ഓക്കെ, അത്ര മതി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫിഗറും വരയ്ക്കുക. ഇനി പറയാൻ പോകുന്നതാണ് ക്വീൻ ആൻ സ്റ്റൈൽ. ഓക്കെ, ക്വീൻ ആൻ സ്റ്റൈല്. ഈ ക്വീൻ ആൻ സ്റ്റൈലിന് തന്നെ നമുക്ക് വേറൊരു പേരും കൂടി പറയാൻ പറ്റും, ബാരോക്ക് ആർക്കിടെക്ചർ. ഓക്കെ, ഇംഗ്ലീഷ് ബാരോക്ക്, BAROQUE. ഓക്കെ, ഇംഗ്ലീഷ് ബാരോക്ക് ആർക്കിടെക്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ക്വീൻ ആൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ഇംഗ്ലണ്ട്സ് ക്വീൻ. ഓക്കെ, ഇംഗ്ലണ്ടിൻ്റെ ക്വീനിൻ്റെ പേരിൽ നിന്നാണ് ഈ ക്വീൻ ആൻ സ്റ്റൈൽ എന്ന പേര് നമുക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ഇത് ബേസിക്കലി 1702 മുതൽക്ക് 1714 വരെയുള്ള ഉണ്ടായിരുന്ന ഒരു സ്റ്റൈലായിരുന്നു ഈ ഒരു ക്വീൻ ആൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്ന കാര്യം കാബ്രിയോൾ ലെഗ് എന്നാണ്. കാബ്രിയോൾ ലെഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലാണ് ബേസിക്കലി ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലിലുള്ള കാബ്രിയോൾ ലെഗ്സ്. ഈ ലെഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാൻ പറ്റും, കാബ്രിയോൾ ലെഗ് ഈ ഒരു തരത്തിലുള്ള ലെഗിനെയാണ്, കാലുകളെയാണ് നമ്മൾ കാബ്രിയോൾ ലെഗ് എന്ന് പറയണത്. ഓക്കെ, പിന്നെന്താണ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു സർഫസാണ് ഇതിൻ്റെ സർഫസ്. ഓക്കെ, ഫർണിച്ചറിൽ കൊടുത്തിട്ടുള്ള സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോളിഷ് ചെയ്തിട്ടുള്ള സർഫസ് ആയിരിക്കും. അതുകൂടാതെ തന്നെ കാർവ്ഡ് വർക്ക്സ് ഇതിൽ ബേസിക്കലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ള പീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസാണ്, പക്ഷേ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പീസസ് ആർ സ്മോൾ ആൻഡ് ഡെലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ക്വീൻ ആൻ സ്റ്റൈലിൽ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം, ഇതിന് പറയണ വേറൊരു വാക്കാണ് ബാരോക്ക് ആർക്കിടെക്ചർ, BAROQUE. ഓക്കെ, ഇത് നെയിം ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിൻ്റെ ക്വീനിൻ്റെ പേരിൽ നിന്നാണ് ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് ഉത്ഭവിച്ചിട്ടുള്ളത്. ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1702 മുതൽക്ക് 1714 വരെ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാബ്രിയോൾ ലെഗാണ്. പിന്നെ ഇതിൻ്റെ സർഫേസൊക്കെ നല്ല പോളിഷ് ആയിട്ടുള്ള സർഫേസ് ആയിരിക്കും, കാർവ്ഡ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഇതിൻ്റെ പീസസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും, പക്ഷേ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പീസസ് ആയിരിക്കും. ഇതാണ് ആ ഒരു ഫർണിച്ചർ സ്റ്റൈലിൽ വരുന്ന ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഫിഗറും നിങ്ങൾ വരച്ച് വെക്കണം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്വീൻ ആൻ സ്റ്റൈലും അതുകൂടാതെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച ആർട്ട് നോവിയൻ സ്റ്റൈലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളാണ്, കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആർട്ട് നോവിയൻ സ്റ്റൈൽ തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട വേറൊരു സ്റ്റൈലാണ് ആർട്ട് ഡെക്കോ സ്റ്റൈൽ. ഓക്കെ, ആർട്ട് ഡെക്കോ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇത് 1920 മുതൽക്ക് 1930 വരെ ആണ് ഈ ഒരു സ്റ്റൈൽ നിലനിന്ന് പോയത്. അപ്പോൾ ആർട്ട് നോവിയൻ സ്റ്റൈൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആർട്ട് ഡെക്കോ സ്റ്റൈൽ എന്നുള്ള സ്റ്റൈൽ വന്നിരുന്നത്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിയാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്തിരുന്നത്. ഓക്കെ, ജോമെട്രി പ്ലേസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ആർട്ട് ഡെക്കോ സ്റ്റൈൽ. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് ആൻഡ് ബേസ്ഡ് ഓൺ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോർണേഴ്സ്. ഓക്കെ, ഈ ആർട്ട് ഡെക്കോ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിരിക്കും. അതേപോലെ ഇത് ബേസിക്കലി ബേസ് ചെയ്തിട്ടുള്ളത് എന്ത് തരത്തിലുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, കോർണേഴ്സൊക്കെ. ഓക്കെ, എല്ലാ ഭാഗങ്ങളും കോർണേഴ്സൊക്കെ ഷാർപ്പും സ്ട്രെയിറ്റ് ലൈൻസും ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ആർട്ട് നോവിയൻ സ്റ്റൈലിൽ എന്താ പറഞ്ഞത്, കേർവ്ഡ് ലൈൻസിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ ആർട്ട് ഡെക്കോ സ്റ്റൈലിൽ എങ്ങനെയായി, സ്ട്രെയിറ്റ് ലൈൻസിനും ഷാർപ്നെസ്സിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ജോമെട്രീനായിരുന്നു കൂടുതൽ ഒരു വലിയ റോൾ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഇറ്റ് ഈസ് അബൌട്ട് പെർഫെക്റ്റ് ഫോംസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾ.
ഓക്കെ. ആർട്ട് ഡെക്കോ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം, ഒരു ഷേപ്പിന്, ഓക്കെ, അതേപോലെ സർക്കിള്, അതേപോലെ ആംഗിള്, അതിനൊക്കെയായിരുന്നു കൂടുതൽ പ്രാധാന്യം ഏതിൽ കൊടുത്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ട് ഡെക്കോ സ്റ്റൈലിന് കൊടുത്തിരുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതൊക്കെ എഴുതുക. ഓക്കെ. ഇപ്പോൾ ഞാൻ പറയണത് കുറേ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ നല്ല വൃത്തിക്ക് കേൾക്കുക, അതിന് ശേഷം മാത്രം നോട്ട് എഴുതുക. അല്ലാതെ ഈ സ്ലൈഡ് മാത്രം നോക്കിയിട്ട് നോട്ട് എഴുതാൻ നിൽക്കരുത്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്റ്റൈലാണ് ചിപ്പൻഡേൽ സ്റ്റൈൽ. ഓക്കെ. ചിപ്പൻഡേൽ സ്റ്റൈൽ, CHIPPENDALE, ചിപ്പൻഡേൽ സ്റ്റൈൽ. ഈ സ്റ്റൈലിൻ്റെ പേര് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക, ഈ ക്യാബിൻ ഉണ്ടാക്കുന്ന ഒരാളുടെ പേര് കൊണ്ട് ഉണ്ടാക്കിയ പേരാണ്, അല്ലെങ്കിൽ അയാളുടെ പേരിൽ ആണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിൻ്റെ കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അതിന് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, അതോ ഇംഗ്ലണ്ട് പോലത്തെ ഒരു സ്ഥലത്ത്. ഓക്കെ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് ചിപ്പൻഡേൽ. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ചിപ്പൻഡേലാണ്. അയാളൊരു ക്യാബിൻ മേക്കറായിരുന്നു, ക്യാബിനറ്റ് ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഓക്കെ. ഇത് ബേസിക്കലി ഡിസൈൻ ചെയ്തിരുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1754, 1754 ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിൽ ബേസിക്കലി ഈ ഒരു സ്റ്റൈല് ഉണ്ടായിരുന്നത്. ഇത് ബേസിക്കലി 3 മെയിൻ സ്റ്റൈൽസിലാണ് ഇത് മെയിൻലി ഫോളോ ചെയ്യണത്. ഇറ്റ് ഫോൾസ് ഇൻ ടു 3 മെയിൻ സ്റ്റൈൽ. ഏതൊക്കെയാണ് ഈ 3 മെയിൻ സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഗോത്തിക്, ഒന്ന് റൊക്കോക്കോ, അതുകൂടാതെ തന്നെ ചൈനീസ്. ഈ മെയിൻ സ്റ്റൈൽസിലാണ് ഇത് മെയിൻലി നമ്മൾ ഫോളോ ചെയ്യണത്. ഈ ചിപ്പൻഡേൽ സ്റ്റൈൽ ഫോളോ ചെയ്യണത് ഗോത്തിക്, റൊക്കോക്കോ, അതേപോലെ ചൈനീസ് സ്റ്റൈൽസിലായിരുന്നു ഇത് കൂടുതലായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അമേരിക്കൻ ഫർണിച്ചർ മേക്കേഴ്സ്. അമേരിക്കൻ ഫർണിച്ചർ മേക്കേഴ്സ് ആയിരുന്നു ഇതിൽ ബേസിക്കലി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇതിൽ ബേസിക്കായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ ഓഫ് ലെഗ്സ് ആയിരുന്നു. ഓക്കെ. ഇതിൻ്റെ കാലുകളുടെ ഒരു പാറ്റേൺ, സ്റ്റൈല്, അതേപോലെ ഫീറ്റ്, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ചിപ്പൻഡേൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര വില കൂടിയ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിപ്പൻഡേൽ സ്റ്റൈലാണ്. ഭയങ്കര ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള വുഡാണ് നമ്മളിതിൽ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചിപ്പൻഡേൽ സ്റ്റൈൽ മില്യൺസ് വരെ വില വരും എന്നാണ് പറയണത് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൻ്റെ ഫർണിച്ചറിന്. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേസ്ഫുൾ അപ്പിയറൻസ് ആണ്, അതേപോലെ തന്നെ ഫ്ലോയിങ് വിത്ത് ഡെലിക്കേറ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ. ഫ്ലോയിങ് വിത്ത് ഡെലിക്കേറ്റ് പ്രൊപ്പോർഷൻ ആണ് ഈ ഒരു ചിപ്പൻഡേൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ആദ്യം പറയേണ്ട കാര്യം, തോമസ് ചിപ്പൻഡേലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഇയാളുടെ പേരിൽ നിന്നാണ്. ഇയാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാബിൻ ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ. ക്യാബിനറ്റ് മേക്കറാണ് ഇയാൾ. ഫർണിച്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 1784. ഇത് ബേസിക്കലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ ഫർണിച്ചർ മേക്കേഴ്സിൻ്റെ ഇടയിലായിരുന്നു കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽ ഓഫ് ലെഗ് ആൻഡ് ഫീറ്റ് ആണ്. അതുകൂടാതെ തന്നെ ഡാർക്ക് കളേർഡ് വുഡ്സിനായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത്, ഡാർക്ക് കളറായിട്ടുള്ള മരങ്ങൾക്ക്. ഓക്കെ. പിന്നെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗ്രേസ്, അപ്പിയറൻസിൽ തന്നെ ഭയങ്കര ഗ്രേസ്ഫുൾ അപ്പിയറൻസ് ആയിരുന്നു ഏതിന്, ഈ ഒരു ചിപ്പൻഡേൽ സ്റ്റൈലിന്. പിന്നെന്താണ്, ഫ്ലോയിങ് വിത്ത് ഡെലിക്കേറ്റ് പ്രൊപ്പോർഷൻ, നല്ലൊരു ഫ്ലോയിങ്. അതിന് തന്നെ അതിൻ്റെ ആ മുകളിലത്തെ വശം നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു എന്താ പറയുക, ഒരു വേവ്സിൻ്റെ ഒക്കെ ഒരു മോഷൻ പോലെ ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സ്റ്റൈലിലേക്ക് പോവാം. ഫെഡറൽ പീരിയഡ് സ്റ്റൈൽ. ഓക്കെ. ഫെഡറൽ പീരിയഡ് സ്റ്റൈൽ. ഈ സ്റ്റൈൽ ബേസിക്കലി കെയിം ടു എക്സിസ്റ്റൻസ് ആഫ്റ്റർ അമേരിക്കൻ റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ ഫെഡറൽ പീരിയഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് പേര് വരാൻ കാരണം നെയിംഡ് ആഫ്റ്റർ ദ ഫെഡറലിസ്റ്റ് എറ ഇൻ അമേരിക്കൻ പോളിറ്റിക്സ്.
ഓക്കെ, അങ്ങനെയും പറയാൻ പറ്റും. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ ഫെഡറലിസ്റ്റ് എറ. ഈ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറലിസ്റ്റ് എറയായിരുന്നു. ഓക്കെ, എറ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിനെയാണ് എറ എന്ന് പറയുക. ഫെഡറലിസ്റ്റ് എറ ഇൻ അമേരിക്കൻ പോളിറ്റിക്സ്. ഓക്കെ, ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ്സ്. ഓക്കെ, ലെഗ്സ് ആർ യൂഷ്വലി സ്ട്രെയിറ്റ് റാദർ ദാൻ കേർവ്ഡ്. കേർവ്ഡ് ആയിരുന്നില്ല, സ്ട്രെയിറ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാസ്റ്റിംഗ് വെനീർ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് ബേസിക്കലി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ലെഗ്സ് ആർ യൂഷ്വലി സ്ട്രെയിറ്റ് റാദർ ദാൻ കേർവ്ഡ്. കോൺട്രാസ്റ്റിംഗ് വെനീർ വെയർ യൂസ്ഡ് ആൻഡ് ജോമെട്രിക്കൽ ഇൻലേ പാറ്റേൺസ് ഓൺ ഫ്ലാറ്റ് സർഫസസ്. ഓക്കെ, ജോമെട്രിക്കലായിട്ടുള്ള ഇൻലേ പാറ്റേണുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു ഓൺ ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, പിന്നെന്താ പറയേണ്ടത്? സ്ലെൻഡർ ആൻഡ് ഡെലിക്കേറ്റ് വിത്ത് ക്ലാസിക് ലൈൻസ്. ഓക്കെ, സ്ലെൻഡർ ആയിരുന്നു, അതേപോലെ ഡെലിക്കേറ്റ് ആയിരുന്നു. സ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? അത്ര തിക്നെസ് ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, സ്ലെൻഡർ ആയിരുന്നു, ഡെലിക്കേറ്റ് ആയിരുന്നു, പക്ഷേ ക്ലാസിക് ആയിട്ടുള്ള ലൈൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇത് ബേസിക്കലി ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഗ്രീക്കും റോമൻ ഫോംസിൽ നിന്നാണ്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ഇതിൽ എഴുതിയ പോയിന്റ് ജോമെട്രിക് ഷേപ്സ് വെയർ എവിഡൻറ്റ്. ഓക്കെ, കുറേ പോർഷനൊക്കെ ആ ഫിഗറിൻ്റെ ഇടയിൽ പോയി. ജോമെട്രിക് ഷേപ്സ് വെയർ എവിഡൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫെഡറൽ പീരിയഡ് സ്റ്റൈലിൽ വരുന്ന പോയിൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ ഫിഗറും വരയ്ക്കുക. ഇനി നമ്മൾ പറയാൻ പോണത് അമേരിക്കൻ എംപയർ സ്റ്റൈലാണ്. അമേരിക്കൻ എംപയർ സ്റ്റൈലാണ്. ഇവിടെ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പാരീസ്. പാരീസ് എവിടെയാണ്? ഓക്കെ, ഫ്രാൻസിലാണ് പാരീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്ഡ് ഇൻ പാരീസ് അറൗണ്ട് 18th century. ഓക്കെ, പാരീസിലാണ് നമ്മൾ ബേസിക്കലി 18th centuryയിലാണ് ഈ ഒരു അമേരിക്കൻ എംപയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പോപ്പുലർ ആയത് US എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1815 മുതൽക്ക് 1820 വരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡെവലപ്ഡ് ഇൻ പാരീസ് എന്ന് എഴുതേണ്ട വേണമെങ്കിൽ ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ പാരീസ്, ദെൻ ഇറ്റ് ഗോട്ട് പോപ്പുലാരിറ്റി ഇൻ US ബിറ്റ്വീൻ 1815 to 1820. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അമേരിക്കൻ എംപയർ സ്റ്റൈൽ. ഓക്കെ, ഇതിൽ നടുക്കത്തെ ഫിഗറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, മാസീവ് ആൻഡ് ബൾക്കിയാണ്. ഓക്കെ, മാസീവാണ്, അതുകൂടാതെ തന്നെ ബൾക്കി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ അമേരിക്കൻ എംപയർ സ്റ്റൈൽ വിത്ത് ഷാർപ്പ് കോർണേഴ്സ് ആൻഡ് അൺബ്രോക്കൺ ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, ഷാർപ്പ് കോർണേഴ്സാണ്, അതുകൂടാതെ തന്നെ അൺബ്രോക്കൺ ഫ്ലാറ്റ് സർഫസാണ്. ഓക്കെ, മാസീവ് ആൻഡ് ബൾക്കി വിത്ത് ഷാർപ്പ് കോർണേഴ്സ് ആൻഡ് അൺബ്രോക്കൺ ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ അമേരിക്കൻ എംപയർ സ്റ്റൈലിൽ വരുന്ന ബേസിക്കായിട്ട് വരുന്ന ഒരു 3 പോയിൻ്റായിട്ട് നമ്മൾ പറയണത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഷേക്കർ സ്റ്റൈലാണ്. ഷേക്കർ, SHAKER. ഓക്കെ, മോസ്റ്റ് ഒറിജിനൽ അമേരിക്കൻ ഫർണിച്ചർ ഡിസൈൻസ് കെയിം ഫ്രം ഷേക്കർ റിലീജിയസ് സെക്ടർ. ഓക്കെ, മോസ്റ്റ് ഒറിജിനൽ അമേരിക്കൻ ഫർണിച്ചർ ഡിസൈൻ കെയിം ഫ്രം ഷേക്കർ എന്ന് പറയുന്ന റിലീജിയസ് സെക്ടറിൽ നിന്നാണ്. ഓക്കെ, ഷേക്കർ പീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീംലി വെൽ മെയ്ഡ് ആയിട്ടുള്ള പീസസ് ആയിരുന്നു. ആ ഒരു ഫർണിച്ചറിൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ആ ഫർണിച്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ പീസുകളൊക്കെ എങ്ങനെയായിരുന്നു, അത്രയും എക്സ്ട്രീംലി വെൽ മെയ്ഡ് ആയിരുന്നു. പിന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുകൂടാതെ തന്നെ സിമ്പിൾ ജോമെട്രിക്കൽ ഷേപ്സ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, സിമ്പിളായിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്സ് ആയിരുന്നു നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് സിമ്പിൾ ജോമെട്രിക്കൽ ഷേപ്സ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഒറിജിനൽ ആയിട്ടുള്ള അമേരിക്കൻ ഫർണിച്ചർ ഡിസൈൻ എന്ന് പറയണത് അത് ബേസിക്കലി ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷേക്കർ റിലീജിയസ് സെക്ടറിൽ നിന്നാണ്. ഷേക്കർ സ്റ്റൈലിൽ നിന്നാണ് നമ്മൾ ബേസിക്കലി എന്താ പറയുക ഒരു ഒറിജിനൽ ആയിട്ടുള്ള അമേരിക്കൻ ഫർണിച്ചർ ഡിസൈൻസ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ഷേക്കർ എന്ന് പറയുമ്പോൾ തന്നെ എക്സ്ട്രീംലി വെൽ മെയ്ഡ് ആയിട്ടുള്ള പീസുകളായിരുന്നു ഈ ഫർണിച്ചർ സ്റ്റൈലിൽ ഉപയോഗിച്ചിരുന്നത്. അതിൽ സ്ട്രെയിറ്റ് ലൈൻസിലായിരുന്നു കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെ സിമ്പിൾ ജോമെട്രിക്കൽ ഷേപ്സ്,
ഇതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഹെപ്പിൾ വൈറ്റ് സ്റ്റൈൽ. ഓക്കെ, ഹെപ്പിൾ വൈറ്റ് സ്റ്റൈൽ. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജ് ഹെപ്പിൾ വൈറ്റ്. ഓക്കെ, ജോർജ് ഹെപ്പിൾ വൈറ്റ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ഡിസൈന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറായിട്ടാണ് പീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലെഗ്സ് ടേപ്പറിങ് ആയിട്ടുള്ള ലെഗ്സാണ്. ഓക്കെ, ഒരു ഭാഗത്ത് ചെറുതും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലുപ്പം കൂടി വരുന്ന രീതിയിലുള്ള ലെഗ്സ് ആയിരുന്നു ഈ ടേപ്പേർഡ് ലെഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ വെനീറിങ് ആണ് പേരിൽ കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ഒന്നും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സ്ക്വയർ പീസസ് എന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലെഗ്സ് ടേപ്പേർഡ് ലെഗ്സ് ആണ്, അതാണ് ഇതിൻ്റെ പ്രാധാന്യം. പിന്നെ വെനീറിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെനീറിങ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോൾ കുറേ ഫർണിച്ചർ സ്റ്റൈല് ഇത് കൂടാതെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ബേസിക്കലി ഇപ്പോൾ എടുക്കുന്നത് ഇത്രയും സ്റ്റൈലുകളാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ഫർണിച്ചർ സ്റ്റൈലും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫർണിച്ചർ സ്റ്റൈലിൽ തന്നെ വേറെ കുറേ ഫർണിച്ചർ സ്റ്റൈലുകളുടെ പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സ്റ്റൈലിന് വേറെ പല പേരുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഞാനൊരു 4-5 ഫർണിച്ചർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അസൈൻമെൻ്റായ രീതിയിൽ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്നും നാളെയായിട്ട് ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നും നാളെയായിട്ട് നിങ്ങൾ എഴുതി വരച്ച് നല്ല വൃത്തിക്ക് 2 ദിവസത്തെ ടൈം. ഓക്കെ, ഇന്നും ഉണ്ട് ടൈം. നാളെ ഞാൻ നിങ്ങളുടെ ഐഡീൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് ടൈം തരികയാണ്. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാനും. അപ്പോൾ എല്ലാവരും ഇത് അസൈൻമെൻ്റ് എന്ന രീതിയിൽ തന്നെ നോക്കുക. ഇത് രണ്ടും നാളെ നിങ്ങൾ വൈകുന്നേരം, നാളല്ല മറ്റന്നാൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നാളെ ബുധനാഴ്ച, മറ്റന്നാൾ വ്യാഴാഴ്ച. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ച രാവിലെ 9 മണിക്കുള്ളിൽ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച വരെയുള്ള എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതുകൂടാതെ ഒരു 5 ഫർണിച്ചർ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലിടുന്നതാണ്. ആ ഫർണിച്ചർ സ്റ്റൈലിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെൻ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. ഓക്കെ, ഈ അസൈൻമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് 19-ാം തീയതിയാണ്. ഓക്കെ, 19-ാം തീയതി. ഓക്കെ, 19-ാം തീയതി എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഇന്നിപ്പോൾ 8-ാം തീയതി ആയി. 11 ദിവസമുണ്ട്. ഓക്കെ, 19-ാം തീയതി എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് സീരീസ് എക്സാം വരുന്നുണ്ട് അല്ലേ? സീരീസ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ആഴ്ച മുതൽക്ക് സീരീസ് ആണ്. അപ്പോൾ ഒരു 3 ദിവസം സീരീസ് എക്സാം ആയിരിക്കും. അപ്പോൾ ആ സീരീസ് എക്സാം കഴിഞ്ഞിട്ട് പിന്നെയാണ് നിങ്ങൾ ഈ 19-ാം തീയതി വരുന്നത്. അപ്പോൾ 19-ാം തീയതി ഈ ഒരു 5 ക്വസ്റ്റ്യൻ കൂടി എഴുതിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് 2 നിങ്ങളുടെ അസൈൻമെൻറ്റിൽ തന്നെ പെടുന്ന കാര്യമാണ്. ഓക്കെ, ഈ ഫർണിച്ചർ സ്റ്റൈലിൻ്റെ ഫിഗറുകൾ ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനായിട്ടൊരു അസൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പകുതിയാണ്. ഒരു 5 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻ അല്ല, 5 ഫർണിച്ചർ സ്റ്റൈല് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അത് എഴുതുക. ഒരു 3-4 പോയിൻ്റ്, അതിൻ്റെ ഒപ്പം ഒരു ഫിഗറും വരയ്ക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ അസൈൻമെൻ്റായിട്ട് പറയണത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം.